ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥമോളെ കൊണ്ട് അവരിപ്പൊ തന്നെ വരും. എന്നിട്ടേ മോള് നേരെ ഇങ്ങി പോര്. മോള് വന്ന് അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞാലേ തങ്കത്തിനത് വലിയ ആശ്വാസമാവും. ഞാൻ വരാം ഗോപാലമാമ, എത്രയും പെട്ടെന്ന് തന്നെ വരാം. ഇതാണ് അമ്മയുടെ പാമ്പ്. ഇത് കൊത്തോ അമ്മായി? ആളുകളെ പേടിപ്പിക്കാൻ ഒരവസരം കിട്ടിയല്ലോ, അതുപയോഗിച്ചേ തീരൂ അല്ലേ? അല്ലമ്മേ, ഞാൻ ശരിക്കും കണ്ടതാ. മനസ്സിലാവുന്നുണ്ട്. മോളെ വരൂ. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും. മരണം നിശ്ചയമാണ്. എന്താ ഇത് പൂവിനെയും ബാമ്പിനെയും കണ്ട് തിരിച്ചറിയാൻ വേണ്ടിട്ടുണ്ട്. പാമ്പൂല്ല, ഒരു ചീമ്പൂല്ല. അമ്മ ഇനി വെറുതെ ഇരുന്ന് മനക്കോട്ട കേട്ടണ്ട. അവിടെ വെച്ചാ മതി. അവിടെ വെച്ചോ മോളെ. നമസ്കാരം സ്വാമിജി. ആപത്തൊന്നുമില്ലാതെ വിവാഹം നടന്നു. നവീന്റെ വധു കളരിക്കലെത്തി. എല്ലാം അങ്ങു മൂലമാണ്. ഞാൻ വഴി ചൂണ്ടിക്കാണിക്കുന്നവൻ മാത്രമാണ്. എല്ലാം നടത്തി തരേണ്ടത് സാക്ഷാൽ ജഗദീശ്വരനാണ്. വിവാഹ സമയത്ത് ദുർമൂർത്തികളുടെ ഉപാസനയുള്ള ഏതോ ഒരാൾ നാഗദേവതയെ പ്രകോപിപ്പിക്കാൻ ദുഷ്കർമ്മങ്ങൾ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ദൃശ്യമല്ലെങ്കിലും കതിർമണ്ഡപത്തിൽ അതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ നാഗദേവതയുടെ അനുഗ്രഹം കൊണ്ട് തൽക്കാലം അത് തരണം ചെയ്യാനായി. പക്ഷേ ഇതുകൊണ്ടൊന്നും ദുർഘടാവസ്ഥ അവസാനിച്ചിട്ടില്ല. നേരം പുലരും വരെ നാഗത്തറയിലെ പൂജ തുടരണം. വധുവിന് ദംശനമേൽക്കാനുള്ള സാധ്യത അവസാനിച്ചിട്ടില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? മനസ്സൊന്ന് ശാന്തമായിട്ട് വരികയായിരുന്നു. യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും പൊള്ളുന്നതായിരിക്കും. ബ്രാഹ്മണ ശാപത്തിന്റെ അഗ്നി അത്ര എളുപ്പം കെട്ടുപോകുന്നതല്ല. എല്ലാം നാഗദേവതയിൽ അർപ്പിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. നാഗദേവതേ, കളരിക്കൽ കുടുംബത്തിൽ കാലുകുത്തിയ മറ്റു പെൺകുട്ടികളുടെ ഗതി നവീന്റെ വധുവിനുണ്ടാവരുതേ. എന്നേക്കുമായി
ഈ ശാപം ഇല്ലായ്മ ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ. ഹലോ കൃഷ്ണമോളെ. ഗോപാലമ്മ, അമ്മ എവിടെ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അമ്മ എങ്ങനെ വിവാഹത്തിന്റെ കാര്യം അറിഞ്ഞ? എന്തിനാ അമ്മയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേ? ഒന്നും പറയണ്ട മോളെ. ചിലപ്പോ അമ്മ വിവാഹം കാണണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ ഉറക്കത്തിനിടയിൽ എപ്പോഴോ ഞാനും സുനന്ദയും എന്തൊക്കെയോ പറഞ്ഞു പോയത് തങ്കം കേൾക്കുന്നേ? ഒരുപാട് കരഞ്ഞു അമ്മ. ആദ്യം വിവരം അറിഞ്ഞപ്പോ ഒരുപാട് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങള് തടഞ്ഞു നിർത്തിയിട്ടും സമ്മതിക്കാതെ ഇറങ്ങിയത് ആശുപത്രിയിൽ നിന്ന്. പക്ഷെ എല്ലാം കണ്ടു കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴേ ആ ദേഷ്യമൊന്നും തങ്കത്തിന്റെ മനസ്സിലില്ലായിരുന്നു. തങ്കത്തിന്റെ മനസ്സിലിപ്പോ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് നല്ല അഭിപ്രായ. മോൾ ഇറങ്ങാറായോ അവിടുന്ന്? ഇല്ല ഗോപാലമ്മ, ഞാനിപ്പോ നവീന്റെ വീട്ടിലാ. എപ്പോഴാ ഗാദി ഇങ്ങോട്ട് വരുന്നേന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞല്ലേ എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റൂ. ഇത്രത്തോളം ആയില്ലേ മോളെ. ഇനി എന്തായാലും നിന്നെ അവിടെ നിർത്താൻ സിത്താര മാഡത്തിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഗാഥമോളെ കൊണ്ട് അവരിപ്പൊ തന്നെ വരും. എന്നിട്ടേ മോള് നേരെ ഇങ്ങി പോര്. മോള് വന്ന് അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞാലേ തങ്കത്തിനത് വലിയ ആശ്വാസമാവും. ഞാൻ വരാം ഗോപാലമ്മ, എത്രയും പെട്ടെന്ന് തന്നെ വരാം. ഇതാരത്ത് മാറിന്ന് ഫോൺ ചെയ്യുന്നത്? മമ്മിക്കാണോ? മമ്മിയെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. പരിചയപ്പെട്ട സമയത്ത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, ബന്ധങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാത്ത ഒരാളാണെന്ന് തന്നെ കുറിച്ച് എനിക്ക് തോന്നിയത്. പക്ഷേ ആ അപകടത്തിന് ശേഷമുള്ളൊരു മാറ്റമുണ്ടല്ലോ. റിയലി വേറൊരാൾ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോ തന്റെ മുഖത്തുള്ള ഈ നാണമുണ്ടല്ലോ, ടോട്ടലി തനിക്കുള്ളൊരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരിക്കലും ഗാഥയിൽ പ്രതീക്ഷിച്ചതല്ല. താൻ ശരിക്കും വേറെ ആരെങ്കിലും ആണോ? ഇപ്പൊ തന്നെ കണ്ട തനിയൊരു നാട്ടുപുറത്തുകാരി കുട്ടിയെപ്പോലെ എനിക്ക് തോന്നുന്നു. അതിന്റെ എല്ലാ നന്മയും തന്നിലുണ്ട്. ഐ റിയലി ലവ് ദിസ് ഗാഥ.